ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 4 തുടരുന്നു. ദൈവമഹിമ സമുദ്രത്തിലെ കാറ്റുപോലെയാണ്. ശ്ലോകത്തിൽ നിൻ മഹിമ എന്ന പദം കൊണ്ട് ദൈവമഹിമയെയാണ് ഗുരുദേവൻ അർത്ഥമാക്കുന്നത്. ദൈവമഹിമയെ സമുദ്രത്തിലെ കാറ്റായിട്ടാണ് രൂപണം ചെയ്തിരിക്കുന്നത്. അവ്യക്ത പ്രകൃതിയിൽ നിന്നും പ്രപഞ്ച സൃഷ്ടിക്കായി ആദ്യം വ്യക്തരൂപം കൈക്കൊണ്ടുയരുന്ന മുഖ്യ പ്രാണനാണ് ദൈവമഹിമ. വേദാന്ത ശാസ്ത്രം ഈ ദൈവമഹിമയെ സത്വബുദ്ധി എന്ന് വിളിക്കുന്നു. സർവപ്രപഞ്ചവും തന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നനുഭവിച്ചറിയാൻ കഴിയുന്ന സത്വഹന്തയാണ് മുഖ്യപ്രാണന്റെ അനുഭവം. കഠോപനിഷത്ത് ഈ മുഖ്യപ്രാണനെ അഥവാ ദൈവമഹിമയെ മഹാനാത്മാ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സാംഖ്യശാസ്ത്രജ്ഞന്മാർ മഹത്തത്വം എന്ന് വിളിക്കുന്നു. ഈ ദൈവമഹിമയെ തന്നെയാണ് ആധുനിക ശാസ്ത്രം ശുദ്ധമായ ഊർജമായി കണ്ടെത്തിയിട്ടുള്ളത്. ഗുരുദേവൻ ആത്മോപദേശ ശതകം 13-ാം പദ്യത്തിൽ കേവലത്തിൻ മഹിമയായി കരുതുന്നത് ഈ മുഖ്യ പ്രാണനെ തന്നെയാണെന്ന് നാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പ്രപഞ്ചമെങ്ങും വ്യാപിച്ചു നിൽക്കുന്ന മുഖ്യപ്രാണൻ വാസ്തവത്തിൽ സദാ ദൈവമഹിമയെ പ്രഖ്യാപനം ചെയ്യുകയാണ്. ആകാശത്തിൽ സർവത്ര സ്പന്ദിച്ചു നിൽക്കുന്ന മുഖ്യപ്രാണന്റെ ഉറവിടം ഏതാണെന്ന് അല്പനേരത്തേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ മനുഷ്യ മനസ്സിന് അതിൻ്റെ പിന്നിലുള്ള ചഞ്ചല ബോധവസ്തുവായ ദൈവത്തെ കണ്ടെത്താൻ കഴിയും. മഹതത്വം, മഹാനാത്മാ എന്നീ പേരുകളുടെ അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗുരുദേവൻ മഹിമ എന്ന പേര് അംഗീകരിച്ചിരിക്കുന്നത്. പ്രാണരൂപം കൈക്കൊണ്ടു നിൽക്കുന്ന ദൈവമഹിമയെ കടലിൽ നിന്ന് പൊന്തുന്ന കാറ്റിനോട് ഉപമിക്കുന്നതും അത്യന്തം സംഗതമാണ്. സമുദ്രജലത്തിൽ കുമിളകളും തിരയും പതയുമൊക്കെ ഇളക്കി വിടുന്നത് കാറ്റാണല്ലോ. ദൈവശക്തിയായ മായയിൽ നിരവധി പ്രപഞ്ച ഘടകങ്ങളാകുന്ന തിരകളെ ഇളക്കി വിടുന്നത് മുഖ്യ പ്രാണന്റെ ജോലിയാണ്. കാറ്റു നിലച്ചാൽ സമുദ്രത്തിലെ തിരകളൊക്കെ ശാന്തമാകും. അതുപോലെ പ്രാണസ്പന്ദനം നിലയ്ക്കുമെങ്കിൽ പിന്നെ ഒരു പ്രപഞ്ച ഘടകവും ശേഷിക്കുന്നതല്ല. സമുദ്രത്തിലെ കാറ്റും മുഖ്യ പ്രാണരൂപത്തിലുള്ള ദൈവമഹിമയും ഒരേ പ്രാണന്റെ വകഭേദങ്ങൾ തന്നെയാണെന്നുള്ള സ്വരൂപ സാദൃശ്യവും ഇവയ്ക്ക് തമ്മിലുണ്ടെന്ന് കാണേണ്ടതാണ്. മായ സമുദ്രത്തിന്റെ ആഴമാണ്. സംസാര സമുദ്ര കൽപ്പനയിൽ ദൈവശക്തിയായ മായ സമുദ്രത്തിലെ ജലത്തോടാണ് സാമ്യപ്പെടുത്തുന്നതെന്ന് നാം കണ്ടുവല്ലോ. ജലസ്ഥാനീയായ മായയുടെ ഉള്ള് കുറെ കൂടി തുറന്നു കാട്ടിത്തരാൻ വേണ്ടി ദൈവദശകത്തിൽ ഗുരുദേവൻ മായയെ ആഴമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആഴം വെള്ളത്തിനാണെന്ന കാര്യം അനുക്തസിദ്ധമാണല്ലോ. ജലമെന്ന് മാത്രം പറഞ്ഞാൽ മുകൾ പരപ്പ് മാത്രം ധരിച്ച് തൃപ്തിപ്പെട്ട് കളയുമോ എന്ന് ശങ്കിച്ചാണ് ആഴം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ട് മുങ്ങിക്കാണാൻ ശ്രമിക്കുന്ന ആൾ സമുദ്രജലത്തിന്റെ ആഴം ധരിച്ചിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ പകുതി വരെയൊക്കെ മുങ്ങിയിട്ട് ഉപരിതലത്തേക്ക് തിരിച്ചു പോരേണ്ടി വന്നേക്കും. അതുപോലെ പരമസത്യം കാണാൻ കൊതിക്കുന്ന ആൾ മായയുടെ ആഴമേറിയ അടിത്തട്ടുകൾ കടന്നു പോകേണ്ടതാണെന്നു കൂടി സൂചിപ്പിക്കുവാനാണ് മായയെ സമുദ്രത്തിന്റെ ആഴത്തോട് ഉപമിച്ചിരിക്കുന്നത്. മായയുടെ പ്രകട രൂപമായ മനസ്സിന്റെ അടിത്തട്ടുകളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും ഒരു സാധകന് അത്ഭുതകരമായ അനുഭവഘട്ടങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രഭാവങ്ങളും സാധകന് വന്നു ചേരുന്നതാണ്. പക്ഷേ മായയുടെ ഈ ആഴമേറിയ തലങ്ങളിൽ എവിടെയെങ്കിലും തങ്ങി നിന്നു പോകാൻ ഇടയായാൽ പതനം അനിവാര്യമാണ്.
മായയുടെ ആഴമേറിയ തലങ്ങൾ കണ്ട് ശുദ്ധ അദ്വൈത സത്യം സാക്ഷാത്കരിച്ച ധീരനെന്നുള്ള നിലയിൽ മായയെ സംസാര സമുദ്രത്തിന്റെ ആഴമായി ഗുരുദേവൻ ചിത്രീകരിക്കുന്നത് സംസാര സമുദ്ര തരണത്തിന് കൊതിക്കുന്നവർ പരമസത്യം കണ്ടെത്തുന്നത് വരെ ഉണർവോട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് സൂചിപ്പിക്കാനും കൂടിയാണ്. രൂപകത്തിലെ ഉപമാനോപമേയ ഘടന. ഈ ദൃഷ്ടാന്തം രൂപകരീത്യാ ധരിച്ചാൽ ദൈവദശക പദ്യത്തിലെ ഉപമ കുറെ കൂടി തെളിഞ്ഞു കിട്ടുന്നതാണ്. ജീവജാലങ്ങളാകുന്ന തിരകളോട് കൂടിയതും ദൈവമഹിമ അഥവാ പ്രാണശക്തി ആകുന്ന കാറ്റോട് കൂടിയതും ആഴമാകുന്ന മായയോട് കൂടിയതും ആത്മാവാകുന്ന തീരത്തോട് കൂടിയതുമാണ് സംസാരമാകുന്ന സമുദ്രം. ഈ രൂപകൽപ്പനയുടെ കുറെ കൂടി വിശദമായ പ്രതിപാദനം ആത്മോപദേശ ശതകത്തിലെ 75-ാം പദ്യത്തിൽ കാണാം. പദ്യം ഇതാണ്: പ്രകൃതിജലം തനുഫേനമാഴിയാത്മാ വഹവഹമെന്നലയുന്നതു ഊർവിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാം അമൃതായതിങ്ങുനൂനം. മായയാണ് ജലം, ദേഹങ്ങൾ പതയാണ്, ആത്മാവ് ആഴിയാണ്, അതായത് തീരമാണ്. ഞാനെന്നിങ്ങനെ സദാ ചലിച്ചു മറയുന്ന അഹങ്കാരമാണ് തിരമാല. ഉള്ളിലുണ്ടാകുന്ന അറിവുകളൊക്കെ ഈ സമുദ്രത്തിലെ രത്നങ്ങളാണ്. ആനന്ദ അനുഭവങ്ങളെല്ലാം ഇതിൽ നിന്നും പൊന്തി വരുന്ന അമൃത ബിന്ദുക്കളാണ്. ഇതാണ് സംസാര സമുദ്രം. ആത്മാവിനെ തീരമായി സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് സംസാര സമുദ്രത്തിന് ഏക ആശ്രയം ആത്മാവാണെന്ന് സിദ്ധം. മാത്രമല്ല, സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി കിടക്കുന്നിടത്തോളം സമാശ്വാസത്തിന് വകയില്ലെന്നും തീരം കണ്ടെത്തിയാലേ സംതൃപ്തിയും സുഖവുമുള്ളൂ എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. തീരത്തോട് ബന്ധപ്പെടാതെ സമുദ്രത്തിന് നിലനിൽക്കാനേ സാധ്യമല്ല. അതുപോലെ ആത്മാവിൽ നിന്നും വേർപെട്ട് പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലെന്നും കാണേണ്ടതാണ്. ഈ ആശയം ഭഗവാൻ ഗീതയിലും ഇങ്ങനെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. മഥപരിതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. അർജുന, എന്നിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന യാതൊന്നും ഇവിടെയില്ല. ചരടിൽ മുത്തുകളെന്ന പോലെ എല്ലാം എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് സകലതും ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുകയാണെന്ന വ്യക്തമായ അറിവുണ്ടാക്കി തരാൻ ആ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുവാനാണ് ഗുരുദേവൻ 4-ാം പദ്യത്തിൽ സത്യാന്വേഷികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടരും.